മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു പിസ്ത പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റും അതേമാതിരി സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു പുഡിങ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കവർ പാല് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാനിവിടെ വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ഈ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാരയും പാലും ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം മാറ്റി വെച്ചിട്ടുള്ള പാലിൽ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ടും കട്ടകളൊന്നും പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ കോൺഫ്ലവറൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ കിട്ടണം. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിസ്തയുടെ എസെൻസ് ആണ് കേട്ടോ. ഇത് ഒരു 2-3 തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമാണ് കേട്ടോ ഇത് അടുപ്പത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം ലോ തന്നെ വെക്കുക. കോൺഫ്ലവർ ചേർത്ത് കൊടുത്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതിൻ്റെ പേരിലാണ് ഇളക്കിക്കൊണ്ട് ഇരിക്കണം എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും കേട്ടോ. അധികം ടൈമൊന്നും എടുക്കില്ല. വെറും 5 മിനിറ്റാണ് ഈ പുഡിങ് നമുക്ക് തയ്യാറായിട്ട് കിട്ടാൻ. ഇത് കുക്കായി വരുന്നതിനനുസരിച്ചിട്ട് ഇതിലുള്ള ആ പച്ച കളറുണ്ടല്ലോ പിസ്തയുടെ, അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ അതിൻ്റെ കളറിലെ മാറ്റം. ഇപ്പോൾ അതാ തിക്നെസ് ആയിട്ട് വരുന്നുണ്ട്. കൈ തീരെ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ അതാ ആദ്യത്തേതിനെക്കാട്ടിലും ഒന്നും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പാത്രം റെഡിയാക്കി വെക്കണം കേട്ടോ. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നെയ്യ് തടവിയിട്ട് വെച്ച് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് പുഡിങ് ഇളകി കിട്ടും. ഇത് ഇത്രയും തന്നെ മതിയാവും കേട്ടോ. ഇത് ഇനി ചൂട്ടോടെ തന്നെ പുഡിങ് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിങ്ങനെ ഒരു ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്കിപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇനി ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കണം എന്നില്ല, താഴെ വെച്ചാൽ മതി. 2 മണിക്കൂർ ആകുമ്പോഴത്തേന് തന്നെ ഇത് നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ നല്ല ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള നമ്മൾ പിസ്ത പുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനു മുന്നേ ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടൊരു പുഡിങ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. നാളെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.